ദുഷ്കരമായ സാഹചര്യത്തിലാണ് ജോയിയും അമ്മയും കഴിഞ്ഞു വന്നത്. ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ധന്യ, ജോയിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. വളരെ കുറച്ച് സമയം മാത്രമാണ് ജോയിയുടെ മൃതദേഹം മാരായമുട്ടത്തുള്ള വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചത്. 2:30 ഇവിടെ എത്തിച്ച 2:15 ഇവിടെ എത്തിച്ച മൃതദേഹം കൃത്യം 2:30 മുമ്പ് തന്നെ പൊതുദർശനം പൂർത്തിയാക്കി ഇവിടെ വന്ന തടിച്ചുകൂടിയ നൂറുകണക്കിന് ആളുകളെ കാണിച്ചതിന് ശേഷം വീടിനോട് തന്നെ ചേർന്നുള്ള പുരയിടത്തിലാണ് സംസ്കരിച്ചത്. ജോയിയുടെ വീട് ഇരിക്കുന്നത് ഒരു കുന്നിൻ മുകളിലാണ്. അവിടേക്ക് കയറിപ്പോകാനോ അവിടുന്ന് പൊതുദർശനത്തിൽ വെക്കാനോ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജോയിയുടെ വീടിന് തൊട്ട് താഴെ തന്നെയുള്ള ജോയിയുടെ സഹോദരൻ്റെ വീട്ടിലാണ് പൊതുദർശനത്തിന് വെച്ചത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ജ്യേഷ്ഠൻ്റെ പുരയിടത്തിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു സ്ഥലമുണ്ട്. ഇവിടെ തന്നെയുള്ള ഒരു CSI പള്ളിയുടെ പുരയിടമാണ്. ആ CSI പള്ളിയുടെ ഭൂമിയിൽ താൽക്കാലികമായി ഒരു വഴി ഒരുക്കി അതിന് തൊട്ടപ്പുറത്ത് തന്നെയുള്ള ജോയിയുടെ സ്വന്തമായിട്ടുള്ള ഭൂമിയിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. ഇപ്പോൾ നമുക്ക് കാണാം, സാഹസികമായിട്ട് തന്നെയാണ് ആളുകൾ അങ്ങോട്ട് പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ താൽക്കാലികമായി ഇവിടെ പൂർണ്ണമായിട്ട് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഈ കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലത്ത് താൽക്കാലികമായിട്ട് ഈ മൃതദേഹം കൊണ്ടുപോകുന്നതിനായിട്ട് കാട് വെട്ടിത്തെളിച്ച് വഴിയൊരുക്കിയതാണ്. നമ്മളിവിടെ വരുമ്പോൾ ഇത്തരത്തിലൊന്നും ആയിരുന്നില്ല. ഇവിടുത്തെ ഈ സാഹചര്യം പൂർണ്ണമായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന അന്തരീക്ഷമായിരുന്നു. അവിടെ താൽക്കാലികമായി വഴിയൊരുക്കി കയറ് വലിച്ചു കെട്ടി അതീവ ദുഷ്കരമായിട്ടാണ് ഇവിടുത്തെ നാട്ടുകാരും ജോയിയുടെ ബന്ധുക്കളും ജോയിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് മുകളിലേക്ക് പോയത്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. 2:30 ഇവിടെ എത്തിച്ച മൃതദേഹം അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൊതുദർശനം, സംസ്കാരം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി ഇപ്പോൾ സംസ്കരിച്ചിട്ടുണ്ട്. നേരിയ മഴയും പെയ്തിരുന്നു. അകത്തേക്ക് പോകുക എന്ന് പറയുന്നത് അല്പം പ്രയാസമേറിയ കാര്യമാണ്. കാരണം മഴ പെയ്ത് ആകെ ചുളിയായി കിടക്കുകയാണ്. പക്ഷേ അങ്ങോട്ട് കയറിപ്പോയാൽ പോലും മൊത്തത്തിലുള്ള ഇതിൻ്റെ ദൃശ്യം പകർത്തുക എന്ന് പറയുന്നത് അല്പം വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. എന്തായാലും അതീവ ദുഃഖം നിറയുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം ജോയി കൂലിപ്പണിക്കാരനായിരുന്നു. കൂലിപ്പണി നോക്കി അല്ലലില്ലാതെ അടുക്കള പുകയ്ക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു ജോയിക്കുണ്ടായിരുന്നത്. പക്ഷെ അതിനുവേണ്ടിയൊക്കെയാണ് ജോയി എന്ത് പണിയെടുക്കാനും മടിയില്ലാതെ പോയിരുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കുന്ന ജോലി 1500 രൂപയ്ക്ക് വേണ്ടി റെയിൽവേയുടെ കരാർക്കാരനായി പോയി ജോലി ചെയ്യുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ജോയി ഇത്തരത്തിൽ തൻ്റെ ജീവൻ ആമയിഴഞ്ചാൻ തോടിന് ബലി നൽകേണ്ടി വരുമെന്ന്. ഈ വീട് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു സ്ഥലം മാരായമുട്ടമാണ്. മാരായമുട്ടത്ത് ഇപ്പോഴും ഒരു മതിൽക്കെട്ടിനപ്പുറത്ത് കാണുന്നതാണ് ജോയിയുടെ ജ്യേഷ്ഠൻ്റെ വീട്. അതിന് മുകളിലായി ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ വീടിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കാണാൻ പറ്റുക. അവിടേക്ക് പോകാൻ വഴി പോലുമില്ല. തനിക്ക് ഈ വഴി കാണാമെങ്കിൽ ഈ വീടിനോട് ചേർന്ന ഒരു വീട് ഇപ്പോൾ കണ്ട ഈ വീടിനോട് ചേർന്ന് മുകളിലേക്ക് ചെറിയൊരു നടന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പടിക്കെട്ട് പോലെ ഒരു വഴിയുണ്ട്. പക്ഷേ അത് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഇടിഞ്ഞു കിടക്കുകയാണ്. കാരണം നല്ല മഴയുണ്ട്, പ്രത്യേകിച്ച് മഴക്കാലമാണ്. മഴ ആയതുകൊണ്ട് തന്നെ ഈ മണ്ണൊക്കെ ഇടിഞ്ഞ് താഴേക്ക് കിടക്കുകയാണ്. അപ്പോൾ വഴിയാണ് പൂർണ്ണമായിട്ട് ഇടിഞ്ഞ് താഴേക്ക് വീണ് കിടക്കുന്നത്. അപ്പോൾ ജോയിക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ പല മാർഗത്തിലൂടെ വേണം പോകാനായിട്ട്. വഴിയില്ലാതെ മറ്റൂടെ എവിടെയെങ്കിലുമൊക്കെ കയറി നിന്ന് വേണം ഈ വീട്ടിലേക്ക് പോകാനായിട്ട്. അമ്മ പോലും അത്രയും സാഹസികമായിട്ടാണ് വീട്ടിലേക്ക് പോയിരുന്നത്. അപ്പോൾ എന്തായാലും ജോയിയുടെ അമ്മ ഈ ബന്ധുവിൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ജോയിയുടെ അമ്മ ഈ താഴത്തെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ്. ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠനും മക്കളും ഒക്കെയാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. മുകളിലത്തെ വീട്ടിൽ ജോയിയും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ജോയിയുടെ വീട്. കാരണം കുറച്ചധികം ഹോളോ ബ്രിക്സിൻ്റെ കട്ട ഉപയോഗിച്ചുകൊണ്ട് അത് 4 ചുമര് കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എങ്കിൽ പോലും അത് ഏത് സമയത്തും ഇടിഞ്ഞ് വീഴാവുന്ന തരത്തിലാണ് ആ വീടിൻ്റെ അവസ്ഥ. കാരണം ഒരു നല്ലൊരു കാറ്റ് വന്നാൽ ഒരുപക്ഷെ അവൻ്റെ മേളിൽ പാകിയിട്ടുള്ള ഷീറ്റ് പോലും പറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് വാസ്തവം നമ്മൾ തിരിച്ചറിയണം. ഇക്കാര്യങ്ങളടക്കം നമ്മളിപ്പോൾ ഇവിടെ എത്തിയ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. മേയറോടക്കം നമ്മൾ ഇക്കാര്യത്തിൽ ചോദിച്ചിരുന്നു, എന്തെങ്കിലും സഹായം അടിയന്തരമായിട്ട് ഈ കുടുംബത്തിന് ചെയ്യുമോ എന്നൊരു കാര്യം പോലും നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ മേയറും പറഞ്ഞത് അക്കാര്യം പരിശോധിച്ച് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാം. ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാകും. ഹരീന്ദ്രൻ MLA അടക്കം ഇക്കാര്യത്തിൽ സഹായം ചെയ്യണമെന്ന് സർക്കാരിനോട് തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും 2:30 മാരായമുട്ടത്തെ വീട്ടിലെത്തിച്ച ജോയിയുടെ സംസ്കാരം മറ്റ് ക്രമീകരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ, കൂടുതൽ ചടങ്ങുകളൊന്നും ഇല്ലാതെ സംസ്കരിച്ചു. കാരണം കഴിഞ്ഞ 3 ദിവസമായി ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നിറഞ്ഞ വെള്ളത്തിൽ കിടന്ന മൃതദേഹമാണ് ഇവിടെ കൊണ്ടുവന്നത്. മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ വേഗം തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ സംസ്കാരം പൂർത്തിയാക്കിയിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ PK രാജു, മറ്റ് വാർഡ് കൗൺസിലർമാർ, BJPയുടെ വാർഡ് കൗൺസിലർമാർ, അങ്ങനെ
MLA ഹരീന്ദ്രൻ അടക്കമുള്ള ജനപ്രതിനിധികൾ എത്തിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. BJPയുടെ പ്രതിനിധികളായിട്ട് VV രാജേഷ്, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കമുള്ളവർ ഇവിടേക്ക് വന്നിരുന്നു. അങ്ങനെ എന്തായാലും ഒരു നാട് ഒന്നാകെ ജോയിക്ക് വിട ചൊല്ലിയിരിക്കുകയാണ്.